തേടാനെത്തുന്നവരുടേതാണ് അണമുറിയാത്ത ഈ പ്രവാഹം. എത്രയോ തലമുറകളുടെ സ്വപ്ന സായുജ്യമായിരുന്ന മദീന റൗദ മുനവ്വറയിലേക്ക് എത്തുകയാണവർ. മരണശേഷം തന്റെ ഖബറിനരികിൽ വന്ന് സലാം പറയുന്നവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കാണാൻ വന്നവരെ പോലെയാണെന്നാണ് നബി തിരുമേനി ഒരിക്കൽ പറഞ്ഞത്. മുഹമ്മദ് നബി മരണമടഞ്ഞ് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും മദീന ഇന്നും ജനകോടികളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഒരിക്കലെങ്കിലും എത്തിപ്പെടാൻ കൊതിക്കാത്ത ഒരു മുസ്ലിമും ലോകത്തുണ്ടാവില്ല. ദൈവപ്രീതി ആഗ്രഹിച്ച് ഇസ്ലാമിൽ തീർത്ഥാടനം കൽപ്പിക്കപ്പെട്ട 3 പള്ളികളിൽ നബി തിരുമേനി ആദ്യം എണ്ണിപ്പറഞ്ഞ ദേവാലയമാണ് മസ്ജിദുൻ നബവി എന്ന മദീന മസ്ജിദ്. തിരുനബി സ്വന്തം കൈകൾ കൊണ്ട് പടുത്തുയർത്തിയ, അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വൈകാരിക പ്രാധാന്യമുള്ള ഒരിടം. ഇസ്ലാമിന്റെ ഭരണ തലസ്ഥാനമായിരുന്ന മദീന പള്ളിയുടെ അകത്തുള്ള ചില വിശേഷ കാഴ്ചകളിലേക്കും അകത്തുനിന്നും മുഹമ്മദ് നബി അവരിൽ ഓരോരുത്തർക്കും എന്തുമാത്രം പ്രിയങ്കരനാണെന്ന് വായിച്ചെടുക്കാനാവും. 10 ലക്ഷം പേരെയാണ് ഒരേ സമയം ഇന്ന് മസ്ജിദുൻ നബവിക്ക് ഉൾക്കൊള്ളാനാവുക. ഈ ആൾക്കൂട്ടമാകട്ടെ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നതും കാണാനുണ്ട്. പ്രവാചകൻ മദീനയിലെത്തിയ അതേ വർഷം ക്രിസ്തബ്ദം 623 പണിത 1085 മീറ്റർ ചതുരശ്ര വിസ്തൃതി ഉണ്ടായിരുന്ന പള്ളിയുടെ വിസ്തീർണം എന്ന് 4,16,475 ചതുരശ്ര മീറ്ററായി വർദ്ധിച്ചിരിക്കുന്നു. മദീനയിൽ പ്രവാചകന്റെ ഒട്ടകം മുട്ടുകുത്തിയ അതേ സ്ഥലത്തായിരുന്നു മസ്ജിദ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഈ സ്ഥലം സൗജന്യമായി വാഗ്ദാനം ചെയ്ത് സാഹിൽ എന്നും സുഹൈൽ എന്നും പേരുള്ള 2 അനാഥരായ സഹോദരന്മാർ നബിയെ സമീപിച്ചു. അവരിൽ നിന്നും സൗജന്യമായി സ്വീകരിക്കാതെ അബു അയ്യൂബുൽ അൻസാരി എന്ന മദീനയിലെ തന്റെ ആതിഥേയനോട് ഈ സഹോദരന്മാർക്ക് പണം നൽകാൻ ആവശ്യപ്പെടുകയാണ് തിരുനബി ചെയ്തത്. അതോടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വഖഫ് ദാതാവായി അൻസാരി മാറുകയും ചെയ്തു. അന്ന് മേൽപ്പുരയില്ലാതെ പണിത പള്ളിയുടെ മുകൾ ഭാഗത്ത് ഇന്ന് കാലത്തിനൊത്ത മച്ചും മകുടങ്ങളും നിരന്നു നിൽക്കുന്നു. ആവശ്യമെങ്കിൽ നിരക്കി നീക്കാൻ പോലും കഴിയുന്നവയാണ് ഈ മകുടങ്ങൾ. പള്ളിയുടെ മുറ്റത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തുറക്കുന്ന 250 കുടകൾ 1,43,000 ചതുരശ്ര മീറ്റർ സ്ഥലത്തേക്ക് കൂടി വിശ്വാസികൾക്ക് തണലൊരുക്കുന്നു. മദീന മസ്ജിദിന്റെ അപൂർവ ദൃശ്യഭംഗികളിൽ ഒന്നാണ് 2010 4.7 ബില്യൺ റിയാൽ, അതായത് 1,02,000 കോടി ഇന്ത്യൻ രൂപ ചെലവിൽ സ്ഥാപിച്ച ഈ യന്ത്രക്കുടകൾ. കാലത്ത് 7 മണിക്ക് തുറക്കുകയും വൈകുന്നേരം 5 മണിയോടെ അടക്കുകയും ചെയ്യുന്ന ഈ കുടകൾ ചില സീസണുകളിൽ പൂർണ്ണമായും തുറന്നു വെക്കാറുണ്ട്. സൗദി അറേബ്യയിലെ പ്രശസ്ത കോൺട്രാക്ടിംഗ് കമ്പനിയായ ബിൻ ലാദിൻ ഗ്രൂപ്പ് ആയിരുന്നു ഈ പ്രൊജക്ട് നടപ്പാക്കിയത്. പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്ക് തണലും ഒപ്പം കഠിനമായ ചൂടിൽ നിന്ന് രക്ഷയൊരുക്കാൻ അന്തരീക്ഷ ഈർപ്പം നിലനിർത്തുന്ന പ്രത്യേക ഫാനുകളും